ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയപ്പം കണ്ട കാഴ്ചകളും അതേപോലെ തന്നെ അവിടുന്ന് ക്യാപ്ചർ ചെയ്ത കുറച്ച് വീഡിയോസും വ്യൂസും ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സാറ്റർഡേയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് റോഡിലൊക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു മാർച്ചിലെങ്ങാണ്ട് പോയപ്പം ഇത്രയും റഷൊന്നും ഇല്ലായിരുന്നു. അന്ന് ഇടുക്കി ജില്ലയുടെ എന്തോ ഹർത്താലോ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് കുറവായിരുന്നു, ഒട്ടും തന്നെ വണ്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പോയപ്പം അത്യാവശ്യം ഈ ഒരു ടൈമിൽ തന്നെ നല്ല ചെറിയ തോതിൽ റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെയിൻലി തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആ ഒരു വണ്ടിപ്പെരിയാർ ആ ഒരു ഏരിയ പാമ്പനാറ് അവിടുത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആ തേയിലത്തോട്ടവും ഒരുപാട് പ്ലാന്റേഷൻസും പിന്നെ റോഡ് ഫുള്ള് നിറച്ച് ചെടികളും ആ ഒരു ചെടികളുടെ പൂക്കളുടെയൊക്കെ കളറ് പറയും വേണ്ട. നമ്മുടെ നാട്ടിലെ ആ ഒരു ചെടിയിൽ ഉണ്ടാവുന്ന സെയിം പൂ അവിടെ ഉണ്ടായി നിൽക്കുമ്പം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ആ ഒരു തണുത്ത കാലാവസ്ഥയുടെ ഒക്കെ ആവാം, നല്ല ബ്രൈറ്റ് കളറും അതേപോലെ തന്നെ എന്താ പറയുക, ആ ഒരു റോഡ് സൈഡ് ഫുള്ളി ആ ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. എസ്പെഷ്യലി നേച്ചർ ബ്യൂട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന ആ ഒരു റൂട്ട് ഏരിയ ആണ് ഈ ഒരു പാമ്പനാറ് അതേപോലെ തന്നെ വണ്ടിപ്പെരിയാർ ആ ഒരു ഏരിയാസ്. തമിഴ്നാട്ടിലേക്ക് എൻ്റർ ആയാൽ ഫസ്റ്റ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് റോഡിൻ്റെ കമ്പാരിസൺ, നമ്മുടെ കേരളത്തിലത്തെ റോഡിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ എന്താണെന്ന്. അപ്പോൾ ഈ ഒരു റോഡുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം ആ ഒരു ഡിഫറൻസ് നമുക്ക് നല്ലോണം മനസ്സിലാവും. അതേപോലെ തന്നെ സൈഡ് വൈസിൽ ഒരുപാട് ബന്ദി പൂക്കൾ പൂത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കുറച്ച് ഭാഗത്ത് വിളവെടുക്കാൻ പറ്റുന്ന രീതിക്ക് പൂക്കളായിട്ട് നിൽപ്പുണ്ട്. ബാക്കി ഭാഗം മുട്ടിട്ട് പൂക്കൾ ഉണ്ടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കമ്പം ആ ഒരു ഏരിയയിലൊക്കെ പോകുമ്പം നോർമലി നിലക്കടലയുടെ തോട്ടവും അതേപോലെ തന്നെ അടുത്തത് നമ്മുടെ മുന്തിരിത്തോപ്പും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ മുന്തിരിത്തോപ്പിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു കമ്പം ബേസിൽ എനിക്ക് പോകുന്ന വഴിക്ക് കണ്ടപ്പം തോന്നിയത് കുറച്ച് ആയി വരുന്നതൊക്കെ ഉള്ളൂ. കുറേ ഭാഗത്തൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിളവെടുക്കാറായതും അല്ലാതെ പച്ച കളറിലൊക്കെ ആയി നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റി. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ വെയിലും കാര്യങ്ങളും നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു 11-12 ആ ഒരു റേഞ്ചൊക്കെ ആകുമ്പം ഭയങ്കര ചൂടും വെയിലൊക്കെ ആയിരുന്നു, നമുക്ക് സഹിക്കാൻ പറ്റാത്ത പോലെ. എസ്പെഷ്യലി നമ്മുടെ ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും അവരുടെ ക്ലൈമറ്റും കൂടെ കമ്പാരിസൺ ചെയ്യുമ്പം. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഇതേപോലെ അവരുടെ ആ ഒരു ടൗണിലേക്ക് എൻ്റർ ആകുമ്പം ഒരു പ്രത്യേക ഫീലാണ്. കുറേ ആൾക്കാരും ആ ഒരു മാർക്കറ്റും അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് മുതലേ എനിക്ക് തമിഴ്നാട്ടിലേക്ക് പോകുമ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ഒക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെയാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ തന്നെ ഹോട്ടൽ തമ്പീസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ഒരു സാധാരണ ഹോട്ടൽ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നെയ് റോസ്റ്റാണ്, അതായത് ഗീ റോസ്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഗീ റോസ്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര വലുപ്പമായിരുന്നു. ഒരാൾക്ക് കഴിച്ചാലൊക്കെ നമുക്ക് നല്ലവണ്ണം മടുപ്പ് തോന്നും, അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു നെയ് റോസ്റ്റ് ആയിരുന്നു. പിന്നെ കോമ്പിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചട്നീസാണ് ആസ് യൂഷ്വൽ. നമ്മുടെ തക്കാളി ചട്നി ആൻഡ് കോക്കനട്ടിൻ്റെ, അതായത് തേങ്ങാ ചട്നി, പിന്നെ സാമ്പാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ആ ഒരു നെയ് റോസ്റ്റിൻ്റെ ആ ഒരു വലിപ്പം എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന്. ഓവറോൾ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പൊറോട്ട കഴിക്കാമെന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് പോയത്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഇവർ പറഞ്ഞത് 12 മണി ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ളൂ പൊറോട്ട കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ അല്ലെങ്കിൽ മോർണിംഗ് ടൈമിൽ പൊറോട്ട കിട്ടുകയല്ലെന്ന് മനസ്സിലായി. പിന്നെ വേറെ ഉച്ചയ്ക്ക് ഞങ്ങൾ സിംഗപ്പൂർ മെസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പം അവിടെ ചോദിച്ചപ്പോൾ അവിടെയും പൊറോട്ട ഇല്ല. അവർക്ക് 3 മണി ആ ഒരു റേഞ്ചിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 കടയിൽ കയറിയപ്പോഴും നമുക്ക് പൊറോട്ട കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ആ ഒരു റോഡിൻ്റെ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ഇരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട്
പശുക്കളും കാളയും ഒക്കെ നടന്നു പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങളിതൊക്കെ അങ്ങ് നോക്കി ഇരുന്നു. അപ്പോഴും ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 11:30 ആ ഒരു റേഞ്ചൊക്കെയാണ്. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. വെയിലെന്ന് വെച്ചാൽ കട്ട വെയിൽ. നമ്മളെ കൊണ്ടൊന്നും സഹിക്കാൻ പറ്റില്ല. അതുകൂട്ട് വെയിലായിരുന്നു ആ ഒരു ടൈമിൽ. എനിക്ക് ഭയങ്കര വലിയ മടുപ്പൊന്നും തോന്നിയില്ല. ഇത്രയും കിലോമീറ്റേഴ്സ് എന്താ പറയുക, നമ്മൾ യാത്ര ചെയ്തതിൻ്റെ ആ ഒരു മടുപ്പൊന്നും തോന്നിയില്ല. മേ ബി ചിലപ്പം ഏർലി മോർണിംഗിൽ ഇറങ്ങിയത് കൊണ്ടാവും നമുക്കൊരു ഉന്മേഷം ഉണ്ടായിരുന്നു. അല്ലാതെ നോർമലി നമ്മളൊരു 11 മണി ആ ഒരു റേഞ്ചിലൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു ത്രൂ ഔട്ട് വെയിലൊക്കെ കൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു മടുപ്പ് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു ടൈമിൽ റോഡിൽ എന്താണേലും ഒരുപാട് കാറുകളും വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ താണ്ടി പോകാമെന്ന് പറയുന്നതും ഭയങ്കര എന്താ പറയുക, കുറച്ചൊരു ക്ഷമകരമായ കാര്യമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റും കാര്യങ്ങളും അങ്ങനത്തെ വ്യൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആ ഒരു മാർക്കറ്റിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ ഉള്ള പ്ലാനും, പിന്നെ അടുത്ത് നമ്മുടെ ഫുഡൊക്കെ കഴിക്കാം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇനി പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ, അതായത് ഇവിടുത്തെ സിംഗപ്പൂർ മെസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടലിനെ കുറിച്ചിട്ട് ആർക്കും അറിയാത്തതായിട്ടില്ല. ഞങ്ങൾ എപ്പോൾ ഇവിടെ വന്നാലും ഈ ഒരു ഏരിയയിൽ വന്നാലും ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടുത്തെ മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ നല്ല സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു മട്ടൻ ബിരിയാണിയൊക്കെയാണ്. പിന്നെ ഇവരുടെ ചോറ് നിങ്ങൾക്കറിയാമല്ലോ, മറ്റേ വെള്ളച്ചോറും കാര്യങ്ങളൊക്കെ, അതൊക്കെ കൂടുതൽ ഇഷ്ടം വാപ്പയ്ക്കൊക്കെയാണ്. അപ്പോൾ വാപ്പ പറഞ്ഞത് ഈ ഒരു ചോറ് കഴിച്ചാൽ മതി, പുള്ളിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പുള്ളി ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് എന്തോ ഈ ഒരു അരിയോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മട്ടൻ ബിരിയാണിയും അതേപോലെ തന്നെ ബോൺലെസ് ചിക്കനും, പിന്നെ ഇവരുടെ കൂടെ ബിരിയാണിയിൽ നമുക്ക് കോമ്പിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഡെസേർട്ട് എന്ന് വെച്ചാൽ ഐസ്ക്രീമോ കാര്യങ്ങളൊന്നും അല്ല. സോറി, ഐസ്ക്രീം നോർമലി നമുക്ക് കല്യാണത്തിന് പോകുമ്പോഴാണല്ലോ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പായസം കിട്ടും കേട്ടോ, പാൽപ്പായസമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആ ഒരു മാർക്കറ്റ് ഏരിയ, നമ്മൾ എപ്പോൾ തമിഴ്നാട്ടിൽ വന്നാലും ഞങ്ങൾ കുറച്ച്, അതായത് ഇവിടുത്തെ മലർ പൊരി എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്പൈസസും കാര്യങ്ങൾ, അതായത് നമ്മളിങ്ങനെ വറുത്ത് കൂട്ടുന്ന ഫ്രൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പപ്പടം ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഒരു വടകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ കടലയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്, മൈസൂർ പാക്ക് ആൻഡ് പിന്നെ ഒരു കോക്കനട്ട് സ്വീറ്റൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു ഷോപ്പിൽ നിന്നിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യവും ഏറെക്കുറെ തീർന്നു. ഇനിയിപ്പം നമുക്ക് വീട്ടിലേക്ക് വരണമല്ലോ. അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ നിന്ന് യാത്ര തിരിക്കുന്ന വ്യൂസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചൊരു മാർക്കറ്റ് ഏരിയ ഉണ്ട് കേട്ടോ, അത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് പൂക്കടയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്, കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഏരിയാസ്. എസ്പെഷ്യലി പൂക്കളാണ് കൂടുതലൊരു 2 മണി 3 മണി ആ ഒരു റേഞ്ചിൽ കുറേ കുഞ്ഞി കുഞ്ഞി ഷോപ്സ് ഉണ്ട്. അതായത് നമ്മുടെ മുല്ലപ്പൂ അങ്ങനത്തെ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൂപ്പ് കടയുണ്ട് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ട്. പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് പോകുമ്പോൾ ട്രൈ ചെയ്യുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. അപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് എൻ്റെ വയറ് നിറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും കഴിക്കാനുള്ള ആ ഒരു സ്പേസും കാര്യങ്ങളും ഇല്ലായിരുന്നു. ഏറെക്കുറെ ഒരു 6 മണി ആ ഒരു റേഞ്ചിൽ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.